ഹായ്. അവിടുന്ന് നമ്മൾ പോയത് മുസിരീസ് മുനയ്ക്കൽ ബീച്ച് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അഴീക്കോട് ബീച്ചിൻ്റെ മെയിൻ എൻട്രൻസ് ആണിത്. നമ്മൾ കയറി പോവുകയാണ്. ഭയങ്കര വെയിലാണ്. ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിൽ, വെന്ത് പോകുന്ന സൈസ് ചൂടുള്ളൊരു വെയിൽ. അതിൻ്റെ വെയിലത്തെ കൂടെ ഞങ്ങൾ ഇതുണ്ടോ സൂര്യൻ ഉദിച്ച് കത്തി നിൽക്കുന്നതാണ് കാണുന്നത്. ആ വെയിലത്തെ കൂടെ ഞങ്ങൾ കടാപ്പുറത്തേക്കൂടെ പാട്ടും പേടി നടക്കുന്നതാണ് ഈ കാണുന്നത്. ഒരുപാട് ദൂരമുണ്ട്. വെള്ളവും ഒക്കെ എടുത്ത് കുടയൊക്കെ ചൂടി ഇത് വരുന്ന കണ്ടാൽ തന്നെ അറിയാം വെയിൽ എങ്ങനെയുള്ള വെയിലായിരുന്നു. മാതിരി വെയിലത്താണ് ഞങ്ങൾ ചെല്ലുന്നത്. ഏകദേശം ഒരു 2:30 ആയിട്ടുണ്ട്. ഞങ്ങളവിടെ ചെന്ന് നിന്നു. ഇപ്പോൾ ഒരു തിട്ട് പോലുള്ള സ്ഥലത്തു നിന്ന് താഴത്തേക്കാണിത് കടൽ. അപ്പോൾ താഴത്തെ ഇറങ്ങി നിൽക്കുന്നതാണ്. ഞങ്ങൾ ഇറങ്ങി ചെല്ലുന്തോറും കടലുള്ളിലേക്ക് ഇങ്ങനെ വലിഞ്ഞ് പോകുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ കാലൊക്കെ ഒന്ന് തൊടിക്കാമെന്നൊക്കെ ഓർത്ത് ഇറങ്ങിയിട്ട് എന്ത് ചെയ്താൽ തിരമാല മേളിലേക്ക് കയറി വരില്ല. ദൂരത്തേക്ക് പോകുമായിരുന്നു. അങ്ങനെ ഒരു തിരമാല അടിച്ച് കയറി വന്ന് ഞങ്ങളൊന്ന് കുളിപ്പിച്ചിട്ട് പോയി. ഇത്രയും നേരം കാത്തു നിന്നതല്ലേ എന്ന് വിചാരിച്ചതെന്ന് തോന്നുന്നു. അങ്ങനെ അവിടെ നിന്ന് യാത്രയായി. അടുത്തത് ഞങ്ങൾ പോയത് ഒല്ലൂർ യൗപ്രാസിയമ്മയുടെ മഠത്തിലായിരുന്നു പോയത്. യൗപ്രാസിയമ്മേനെ അടക്കം ചെയ്തേക്കുന്ന പള്ളിയാണിത്. അപ്പോൾ പള്ളിയിലേക്കാണ് അടുത്തത് പോയത്. അപ്പം അതിൻ്റെ അകത്തേക്ക് കയറി പോകുന്ന വഴിയാണിത്. അകത്ത് കയറി അടക്കിയേക്കുന്ന സ്ഥലമാണ് ഫ്രണ്ടിലുള്ളത്. ആ മുട്ടൂത്ത് നിൽക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ കാണുന്നതാണ് യൗപ്രാസിയമ്മേനെ അടക്കിയേക്കുന്നത്. അവിടെ ചെന്ന് നിന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചു. ഇതിൻ്റെ കല്ലറയുടെ പുറത്ത് എഴുതി വെച്ചേക്കുന്ന പ്രാർത്ഥന തൊട്ട് പ്രാർത്ഥിച്ച് അവിടെ കുറച്ച് സ്റ്റോളൊക്കെ ഉണ്ട്, മ്യൂസിയം ഉണ്ട്. അവിടെ പോയി സ്റ്റോളും മ്യൂസിയമൊക്കെ കാണുന്നതാണ്. അവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസൊന്നും അലൗഡല്ല, എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആരും കാണാതെ എടുക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് മ്യൂസിയമാണ്. അവിടെ മേനാച്ചേരി പിതാവിൻ്റെ ഒരു ഫോട്ടോയും യൗപ്രാസിയമ്മ സ്ഥാപിച്ചൊരു തിരുഹൃദയത്തിൻ്റെ രൂപം, മറിയം ത്രേസ്യ, കൊച്ചു ത്രേസ്യ, അങ്ങനെ കുറച്ച് ആൾക്കാരുടെ ഫോട്ടോസ്, യൗപ്രാസിയമ്മ സ്ഥാപിച്ചതും ഇഷ്ടപ്പെട്ട് എടുത്തു വെച്ചായിരുന്നതുമായ കുറച്ച് ഫോട്ടോസ്, മേനാച്ചേരി പിതാവിൻ്റെ ഒരു പ്രതിബിംബം, ഇത് അമ്മ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൊന്ത, മാല, പുസ്തകങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ്. ഇതൊക്കെ ആരും കാണാതെ എടുക്കുന്ന വീഡിയോസ് ആയതുകൊണ്ട് തന്നെ അത്രയും ക്ലിയർ ഒന്നുമല്ല. കാരണം കയറി വരുന്നതിൻ്റെ മെയിൻ എൻട്രൻസിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് വീഡിയോസ് എടുക്കുക, ഫോട്ടോ എടുക്കുക, ഇതൊന്നും അലൗഡല്ല, അകത്തേക്ക് മൊബൈൽ സ്വിച്ച് ഓൺ ചെയ്ത് കയറ്റരുത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ നിങ്ങളെയും കൂടെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച് കാണിച്ചതാണ്. ഇപ്പോൾ കാണിച്ചത് ഓസ്തി ഉണ്ടാക്കുന്ന ഉപകരണമാണ്. പിന്നെ ഇത് യൗപ്രാസിയം ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങളും എണ്ണ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന പെട്ടി, അമ്മയുടെ ബുക്ക്, തുണികൾ, സാധനങ്ങളൊക്കെ വെച്ചായിരുന്ന പെട്ടി. ഇത് അമ്മ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അമ്മയുടെ തലയിലിട്ടിരുന്ന വെയിലാണ്. അമ്മ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്രൂശിത രൂപം, അമ്മയുടെ അങ്ങനെ ഓരോരോ സാധനങ്ങളാണിതെല്ലാം. അത് അമ്മ ഇരുന്നുകൊണ്ടിരുന്ന കസേര, അമ്മ എഴുതാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കസേര, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെയാണിത്. ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്. കയറി വന്നപ്പോൾ എടുക്കാൻ പറ്റിയില്ല, പോകാൻ നേരത്തെ എടുത്തു. അത് കഴിഞ്ഞ് വണ്ടിയിൽ കയറുന്നതിന് മുന്നേ ഒരു ചെറിയ സ്നാക്സ് പോലെ ഞങ്ങളുടെ വികാരിയച്ഛൻ കൊണ്ടുവന്ന് അവൽ വിളയിച്ചത്, മദറായി കാണുന്ന സാരി ഉടുത്തത് ഞങ്ങളുടെ പള്ളിയുടെ മദറാണ്. പിന്നെ ഇത് ഞങ്ങളുടെ കൂടെ വന്ന ചേച്ചിമാരാണ്. അപ്പോൾ എല്ലാവരും കഴിക്കുന്ന ഒരു വീഡിയോയും കൂടി ഒന്ന് എടുത്തേടി കൊച്ചേ, നമുക്ക് ഗ്രൂപ്പിലിടാം, വാട്സപ്പിൻ്റെ ഗ്രൂപ്പിലിടാമെന്നും പറഞ്ഞ് മദറെടുക്കാൻ പറഞ്ഞ് അപ്പം ഞാൻ ഓടി നടന്ന് എല്ലാവരെയും കാണിച്ചൊരു വീഡിയോ എടുക്കുന്നതാണ് ഈ കാണുന്നത്. എല്ലാവരുടെയും കയ്യിൽ കൂടി ഇരിക്കുന്ന അച്ഛൻ്റെ സ്പെഷ്യൽ അവൽ വിളയിച്ചതാണ്. കടലയും അണ്ടിപ്പരിപ്പും ക്യാരറ്റും ശർക്കരയും തേങ്ങയും അവലും ഒക്കെ ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് അച്ഛൻ്റെ തന്നെ ഒരു സ്പെഷ്യലായിട്ട്. അപ്പോൾ അതെല്ലാം കഴിച്ച് ഞങ്ങൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. ടാറ്റാ.